ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. നിങ്ങൾക്കറിയാം, ലഹരിക്കെതിരായിട്ടുള്ള പരിപാടികളുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വാക്കത്തോൺ നടത്തി. കൊല്ലത്ത് വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന കൊല്ലത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനം, അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ പൊതുപ്രവർത്തകരെല്ലാം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത പരിപാടിയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിൽ ലഹരിയുടെ രാഷ്ട്രീയം ഉണ്ട് എന്ന് താനും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹവുമായി സംസാരിക്കാം. ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ രമേശ് ചെന്നിത്തല. കൊല്ലത്ത് നടത്തിയ വാക്കത്തോൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ്. നല്ല പങ്കാളിത്തമായിരുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, പിന്നെ സീരിയൽ താരങ്ങളുണ്ടായിരുന്നു, പിന്നെ സാമൂഹ്യ രംഗത്തുള്ള വിവിധ തലങ്ങളിലുള്ളവരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ഒരു വൻ വിജയമായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ആ പരിപാടി അവസാനിച്ചത്. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പോൾ ഈ നിലമ്പൂരിന് ശേഷം പി വി അൻവറിനെ വീണ്ടും UDF സഹകരിപ്പിക്കണമെന്ന രീതിയിലുള്ള ചില ഡിമാൻഡുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. ആദ്യം മുതലേ തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും താങ്കളും ഒക്കെ പി വി അൻവറിനെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന നിലപാടായിരുന്നു. ഇപ്പോൾ അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നല്ല വിജയം കരസ്ഥമാക്കി, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്താണ്, ഇപ്പോഴും താങ്കൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ UDFിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ശ്രീ അൻവർ അപേക്ഷ തന്ന സാഹചര്യത്തിലാണ് UDF ഇത് പരിഗണിച്ചത്. അന്ന് കോഴിക്കോട് ചേർന്ന് UDF യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അൻവർ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അതിശക്തമായ വിമർശനം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ UDF പ്രവേശനത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. അത് പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും ഞാനും അത് UDF നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ആ നിലപാടിന് പുറകോട്ട് പോകാത്ത സാഹചര്യത്തിൽ പിന്നെ UDFന് ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അൻവറില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു, അൻവറും മത്സരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ 5 വർഷം UDFനെ നയിച്ച ഒരാളാണ്. ഞാൻ ദീർഘകാലം KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അപ്പം ഞാനൂടെ ചേർന്നിട്ടുള്ള UDF ആണ് ഒരു തീരുമാനമെടുക്കുന്നത്, അൻവറില്ലാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ഞങ്ങളൊരു തിളക്കമാർന്ന വിജയം നേടുകയുണ്ടായി. ആ തിളക്കമാർന്ന വിജയം അൻവർ മത്സരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ആ വിജയം നേടിയത്. അപ്പം ഞാൻ ആകെ പറഞ്ഞത് എന്താണ്, അൻവറോട് ഉണ്ടായിരുന്ന കുറെ കൂടി വോട്ട് കിട്ടുമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനല്ലാണ്ട് അൻവറെ തിരിച്ച് ഒരിടത്തും ഞാൻ വിളിച്ചിട്ടില്ല. അത് ചില ബോധപൂർവമായ ചില പ്രചരണം അഴിച്ചുവിട്ടതാണ്. അത് പ്രചരണം അഴിച്ചുവിടുന്ന ആരാന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, അതിന് ഞാൻ മറുപടി പറയാനൊന്നുമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDFനെ 5 വർഷം നയിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയില്ല UDF എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. UDF ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനത്തിനെതിരെ ഞാൻ സംസാരിക്കുമോ? അപ്പോൾ അത് സംസാരിച്ചു എന്ന് വരുത്തത്തക്ക നിലയിലുള്ള ഒരു ക്യാപ്സൂൾ പ്രചരിപ്പിച്ച് അത് വഷളാക്കാനുള്ള ചില ശ്രമം നടത്തിയതാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അത് പക്ഷേ അതെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് അത്ര നല്ല സമയമല്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എപ്പോഴും നല്ല സമയമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. SKക്ക് അറിയാമല്ലോ, എന്നെ എത്ര വർഷമായിട്ട് അറിയാം. ഒരു കാര്യം കൂടി, ജനങ്ങൾക്കും അറിയാം, SKക്കും അറിയാം. KPCC രാഷ്ട്രീയകാര്യ സമിതി പി വി അൻവറിന്റെ ഈ മുന്നണി പ്രവേശനം ചർച്ച ചെയ്യുമോ? എങ്ങനെയാണ് അതിലുള്ള ഒരു നീക്കം? നാളെയാണല്ലോ നടക്കുന്നത്. അതെനിക്കറിയില്ല. അത് KPCC പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത് ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന്. സ്വാഭാവികമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നുണ്ടാവും. ഈ വിഷയം ചർച്ച ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ദയവായി 24 എങ്കിലും ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വീഴുപോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഴാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി സമ്മർദ്ദങ്ങൾ കൂടുന്നു. എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം കൂടി, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ വലിയ തർക്കം നടക്കുന്നു.
കാര്യം ആദ്യം തന്നെ വണ്ടൂരിലെ MLA ഒരു പ്രസ്താവനയുമായി വന്നു, അപ്പോൾ പിന്നീട് പല്ലും വന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൂട്ടായി നടത്തിയ ഒരു യജ്ഞമാണോ, അതോ ഏതെങ്കിലും ഒരു നേതാവ് കാര്യമായി പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലം കൂടിയാണോ ഇത്രയും നല്ല ഒരു വിജയം നിലമ്പൂരിൽ കോൺഗ്രസിന് കിട്ടിയത്, UDF കിട്ടിയത്? ഞാൻ എസ്കോട് ഒരു കാര്യം പറയാം. ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടി നേതൃത്വവും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ വിജയിക്കുകയുള്ളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 22 ദിവസമായിരുന്നു മൊത്തം തെരഞ്ഞെടുപ്പ്. എന്നെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നെഹ്റു കുടുംബത്തിലെ ഒരു നേതാവും ഉപതെരഞ്ഞെടുപ്പിൽ പോയി പ്രസംഗിക്കാറില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി അവിടെ വന്നു. പ്രിയങ്ക ഗാന്ധി കോരിച്ചൊരിയുന്ന മലയത്തും 10,000-കണക്കിന് ആളുകൾ 2 യോഗങ്ങളിൽ, മൂത്തേടത്തെയും ടൗണിലെയും നിലമ്പൂർ ടൗണിലെയും യോഗത്തിൽ പങ്കെടുത്തു. അപ്പൊ എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ആരെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഞാനിത് ഈ തെരഞ്ഞെടുപ്പിൽ UDF എല്ലാ ഘടകകക്ഷികളെയും ഞാൻ പ്രത്യേകം അവരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ആകുമ്പോൾ മുസ്ലിം ലീഗ് എടുത്ത ഒരു വലിയ നേതൃത്വം, അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ തങ്ങളും സാദിഖ് അലി തങ്ങളും എടുത്ത ആ ഒരു വലിയ നേതൃത്വം, അതിന് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അവരുടെ സ്ഥാനാർത്ഥി എന്ന പോലെയാണ് അവർ പ്രവർത്തിച്ചത്. അപ്പൊ എല്ലാവരും കൂട്ടായി. KC വേണുഗോപാലിന്റെ പ്രവർത്തനമുണ്ട്, ഞങ്ങൾ മുൻ KPCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനമുണ്ട്, യുവാക്കളുടെ പ്രവർത്തനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുള്ള വാശി എല്ലാ പ്രവർത്തകന്മാർക്കും ഉണ്ടായിരുന്നു. ഡു ഓർ ഡൈ എന്ന മട്ടിലാണ് എല്ലാവരും പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പേരിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ വഷളാവരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാകുന്നത്. രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പ്രചാരണ വേലകൾ കാണുമ്പോൾ ഇന്ദിരാഭവന് പുറത്തു നിന്നൊരു നിരപരാധി ഒരു നിഷ്പക്ഷൻ ആലോചിക്കുമ്പോൾ നിങ്ങളിൽ 3-4 പേരിൽ ഈ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിപിടിയാണ് നിങ്ങളുടെ തർക്കത്തിന് പ്രധാന കാരണം എന്ന രീതിയിലുള്ള പ്രചാരണ വേലകൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അത് പാർട്ടിക്കൊരു ഹൈക്കമാൻഡുണ്ട്, പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അല്ലാണ്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതിയത് കൊണ്ടോ ആരെങ്കിലും പ്രസ്ഥാനം കൊടുത്തത് കൊണ്ടോ ആരും ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ തീരുമാനിക്കാൻ പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അതാ അപ്രോപ്രിയേറ്റ് ആയ സമയത്ത് പാർട്ടി ഹൈക്കമാൻഡും പാർട്ടി നേതൃത്വവും ഒക്കെ തീരുമാനമെടുക്കും. അതൊരു സംശയമുണ്ട് ആ കാര്യത്തിൽ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രഹരമാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനവിധിയാണ്. നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളപ്പോൾ ഉമ്മൻചാണ്ടിന്റെ സീറ്റ്, PT തോമസിന്റെ സീറ്റ്, ഷാഫിയുടെ സീറ്റ്, അത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു എന്ന് പറയാം. ഇതല്ല. ഇത് നിലമ്പൂരിൽ ഇടതുപക്ഷം 2 തവണ ജയിച്ച സീറ്റ് ഞങ്ങൾ UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ CPM-ന് ഉണ്ടായിരിക്കുന്ന വലിയൊരു തകർച്ചയാണ്. അവരുടെ ജനകീയ അടിത്തറയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവാണ്. അത് മനസ്സിലാക്കാതെ വർഗീയ ശക്തി, ഞങ്ങൾ ജയിക്കുമ്പോൾ വർഗീയ ശക്തിയുടെ പിന്തുണയും അവർ ജയിക്കുമ്പം എന്തോ ജനങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്ത പുരോഗമനത്തിന്റെ വിജയമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി നിലപാട് അപഹാസ്യമാണ്. ഇത് കൂട്ടായ പ്രവർത്തനത്തിന്റെ, യോജിച്ച പ്രവർത്തനത്തിന്റെ, എല്ലാം മറന്നൊരുമിച്ച് നിന്നതിന്റെ ഒരു വലിയ വിജയമാണ്. അത് മാത്രമല്ല, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ മാറ്റണം എന്നുള്ള വികാരത്തോടെ നിൽക്കുകയാണ്. കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം. ഓക്കെ, താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. താങ്കൾ രാവിലെ നല്ല തിരക്കായിരിക്കുമെന്ന് എനിക്കറിയാം. താങ്ക് യു. ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. നിലമ്പൂരിന് ശേഷം ഉള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം ക്ലാരിറ്റിയോടെ വ്യക്തമാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.